ഭ്രാന്തമായിട്ട് ആളിനെ സ്നേഹിക്കാതിരിക്കുക, ഫുള്ളി ഫോക്കസ് ഓൺ ആ ഒരു വ്യക്തിൻ്റെ പിന്നാലെയായിരിക്കും. ഇത്രയും ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഒരാളിനെ മാത്രം ഭ്രാന്തമായിട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരാളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ഇതെങ്ങനെ നമ്മൾ അത്രയും അഡിക്റ്റായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സിംറ്റംസ് നമുക്കൊന്ന് നോക്കാം. അതായത് ഏത് സമയം നോക്കിക്കഴിഞ്ഞാലും ആ ആളിനെ കുറിച്ചുള്ള തോട്ടായിരിക്കും മനസ്സിൽ നിറയുക. വേറെ ഒന്നും അവൻ്റെ ചുറ്റിൽ എന്ത് നടക്കുന്നുണ്ടോ, എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ഫുള്ളി ഫോക്കസ് ഓൺ ആ ഒരു വ്യക്തിൻ്റെ പിന്നാലെ ആയിരിക്കും. ഇത് നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒന്നാണെന്നുള്ളത് ഇങ്ങനെ ചെയ്യുന്നവർ മനസ്സിലാക്കുക. കാരണം ഈ ഒരു സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത് ലൈഫിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. നമുക്ക് ജോബുണ്ട്, നമുക്ക് ഓരോ ഗോൾസ് ഉണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്. ഇതുപോലെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മളെ ഈ സ്നേഹിക്കുന്ന ആളെന്ന് പറയുന്നതും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി അത്രയും ഭ്രാന്തമായിട്ട് ആളിനെ സ്നേഹിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ സ്പോയിൽ ചെയ്യുന്നുള്ളതാണ്. കാരണം നല്ല രീതിയിലൊന്ന് ഭക്ഷണം കഴിക്കാനോ, നല്ല രീതിയിൽ നമ്മളെ സെൽഫ് കെയർ ചെയ്യാനോ, നമ്മളെ ജോലിയിലോ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും കിടക്കുന്നുണ്ട്. അതിലൊന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രയും ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഒരാളിനെ മാത്രം ഭ്രാന്തമായിട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ ആ ആളിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഒരു സ്നേഹം കുറയുകയോ അല്ലെങ്കിൽ ആൾ നമ്മൾ അവോയ്ഡ് ചെയ്യുകയോ നമ്മളെ ഇട്ടിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ അവിടെ തീർന്നു പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലുള്ള ഒരുപാട് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ആ ഒരാൾ കാരണം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം ഇതെന്നൊക്കെ പറയുന്നത് ലൈഫിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ്. നമുക്ക് ഓരോ കാര്യങ്ങളിലും ഓരോ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. അതുപോലെയുള്ള ചെറിയൊരു പാർട്ട് മാത്രമായിട്ട് ഇതിനെ കാണുക. അല്ലാതെ ഒരിക്കലും നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ആ ഒരാളിലേക്ക് മാത്രം ഒതുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.